ഭരണ തുടർച്ചയ്ക്ക് വോട്ട് ചോദിച്ച LDFന് നിലമ്പൂരിലെ തോൽവി രാഷ്ട്രീയ തിരിച്ചടിയാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിയതും വോട്ടായില്ല. CPMലെ യുവ നേതാക്കളിൽ മികച്ച പ്രതിച്ഛായയുള്ള M സ്വരാജിനും സ്വന്തം നാട്ടിലെ തോൽവി തിരിച്ചടിയാണ്. അവർക്ക് കേരളത്തിലെ LDF ഗവൺമെന്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട്. ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞു തുടങ്ങിയ LDFന് തൊട്ടതെല്ലാം പിഴച്ചതാണ് നിലമ്പൂരിൽ കണ്ടത്. PV അൻവർ 20,000 വോട്ട് നേടിയിട്ടും UDF 11,000 വോട്ടിന് വിജയിച്ചത് ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് LDF തിരിച്ചറിയുന്നുണ്ട്. ചർച്ച വഴിതിരിച്ചുവിടാൻ ആയുധമാക്കിയ വെൽഫെയർ പാർട്ടി പിന്തുണ വിവാദമൊന്നും ഫലം കണ്ടതുമില്ല. സർക്കാരിന്റെ ഭരണവീഴ്ചകളെ UDF ചർച്ചയാക്കിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉൾപ്പെടെ വിവാദ വിഷയങ്ങളാണ് CPM പ്രചരണായുധമാക്കിയത്. CPMന്റെ പ്രചാരണങ്ങളെ ജനം തള്ളിയെന്ന് വേണം ഫലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. മൂന്നാം പിണറായി സർക്കാരിലേക്കെന്ന പ്രതീതി സൃഷ്ടിക്കലിന് ആഘാതമായി നിലമ്പൂരിലെ തോൽവി. നല്ല പ്രതിച്ഛായുള്ള യുവനേതാവായ M സ്വരാജിനും തോൽവി ആഘാതമായി. പിണറായി സർക്കാരിനെതിരെ വോട്ട് തേടിയ പ്രതിപക്ഷ നിരയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതായി നിലമ്പൂരിലെ വിജയം. മുമ്പെങ്കും കാണാത്ത വിധം ടീം വർക്കോടുകൂടിയാണ് UDF നിലമ്പൂരിൽ പ്രവർത്തിച്ചത്. ആ ടീം വർക്കിന്റെ വിജയം കൂടിയായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. PV അൻവർ മുന്നണിയോടൊപ്പം സഹകരിക്കാത്തതും പല ഘട്ടങ്ങളായി CPM ഉയർത്തിയ വിവാദങ്ങളെയും മറികടന്നതാണ് UDFന്റെ വിജയം. 2026 തെരഞ്ഞെടുപ്പിൽ UDFന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ടീം വർക്ക് തുടരാനാകും UDFന്റെ ശ്രമം. ടീം മീഡിയ 1 നിലമ്പൂർ.